നമ്മളോടൊപ്പം മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ ചേരുന്നുണ്ട്. നമസ്തേ ശ്രീ മോഹൻലാൽ. നമുക്കറിയാം മലയാള സിനിമയ്ക്ക് ഇതൊരു തീരാ നഷ്ടമാണ്. എത്രത്തോളം സിനിമകളിൽ അഭിനയിച്ച് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു നടനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗവേളയിൽ അദ്ദേഹത്തെ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? പ്രത്യേകിച്ച് അവസാനമായി നൽകിയ മുത്തമൊക്കെ ജനങ്ങൾ ഒരുപാട് കണ്ടതാണ്. താങ്കൾ അത്രത്തോളം സ്നേഹം നൽകിയ ഒരു നടനാണ് ശ്രീനിവാസൻ. താങ്കൾ എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ? അല്ല അത് കഴിഞ്ഞും ശ്രീനിവാസനെ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു, ഞങ്ങളുടെ സെറ്റിൽ വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ട്. അദ്ദേഹം സുഖമില്ലാതിരിക്കുന്ന സമയമായിരുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ഒരുപാട് പേരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ശ്രീനിവാസൻ അത് എല്ലാ സിനിമയും ശ്രീനിവാസന്റെ ഒരു സർക്കാസം അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരുപാട് പ്രോബ്ലംസ് ആ ഒരു ഈറയിൽ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്ക് നേരെ വളരെ രസകരമായിട്ട് കഴിച്ചുകൊണ്ടിയ ഒരാളാണ് അദ്ദേഹം. കഴിഞ്ഞ ഇത്രയും വർഷത്തെ സഞ്ചാരത്തിനിടയിൽ ഒരു ആക്ടർ കൊളീഗ് എന്നുള്ള അല്ലാതെ ഒരുപാട് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് ഞാനും ശ്രീനിവാസനും. പ്രിയദർശനായാലും സത്യനന്ദിക്കാരൊക്കെ ആയാലും. അതിൽ നിന്നൊരാൾ പെട്ടെന്ന് പോകുക എന്ന് പറയുമ്പം വല്ലാത്തൊരു ദുഃഖം തന്നെയാണ്. അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒരുപാട് നല്ല സിനിമകൾ എഴുതിയ ഒരാളെന്ന നിലയിലും അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ച ഒരാളെന്ന നിലയിലും എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന ഒരാളെന്ന നിലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എൻ്റെ മനസ്സിൽ വളരെ വലുതാണ്. അതെപ്പോഴും ഉണ്ടാകും. എല്ലാത്തൊരു പ്രത്യേക സൗഹൃദമുള്ള ഒരാളാണ്. പറഞ്ഞ പോലെ ഒരു അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അദ്ദേഹത്തെ അങ്ങനെ അറിഞ്ഞ കുറച്ച് ആൾക്കാരിൽ ഒരാളായിരുന്നു ഞാൻ. ശ്രീ മോഹൻലാൽ ഇപ്പോൾ ഉദയനാണ് താരമായിക്കോട്ടെ അല്ലെങ്കിൽ ദാസനും വിജയനും ആയിക്കോട്ടെ, മലയാളികൾ ഏറ്റെടുത്ത കോംബോയാണ് താങ്കളുടെയും ശ്രീനിവാസന്റെയും. മുമ്പിൽ ഒരുപാട് സിനിമകളുണ്ട്. എല്ലാ സിനിമകളും ഞാനും ശ്രീനിയുമായിട്ട് ചെയ്ത സിനിമകളൊക്കെ വളരെ രസകരമായ സിനിമകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു നല്ല സുഹൃത്തിനെ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത് അല്ലേ ശ്രീ മോഹൻലാൽ? ഞാൻ പറഞ്ഞല്ലോ, ഒരു സുഹൃത്തുന്നതിലുപരി ഉള്ള ഒരാളാണ് അദ്ദേഹം. അപ്പം ഇങ്ങനെ ഒരാൾ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അപ്പം ഇപ്പം അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ എല്ലാവരും സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു തിരക്കിലും കൂടെയാണ് ഞാൻ. ഓക്കെ, അപ്പം താങ്ക് യു. വളരെയധികം നന്ദി ശ്രീ മോഹൻലാൽ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.